ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോറി. ഞാൻ ഇതിനെ കുറിച്ച് ഇന്നലെ വളരെ മോശമായിട്ട് സംസാരിച്ചതിലും ഇതിലും ഞാൻ ഖേദിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ഗിഫ്റ്റ് അടിച്ച അതേ ഫഹിമ, ലേഡി പോലീസ്, ബട്ടർഫ്ലൈ, ഇവരിൽ ഏത് താമരനെ ഇന്ന് തിരഞ്ഞെടുക്കും? നിന്റെ ഉമ്മ നല്ല ചന്തം ഉണ്ടാ? വിളിക്കല്ലേ നിന്റെ ഉമ്മ നല്ല രസമുണ്ട്. എത്ര വയസ്സാവും നിന്റെ ഉമ്മാക്ക്? വിളിക്കല്ലേ വിളിക്കല്ലേ. നിന്റെ ഉമ്മാക്ക് എത്ര വയസ്സുണ്ടാവും എന്ന് പറ. ഞാൻ ഇറക്കൂല, നീ ഇരിക്കും, നമുക്ക് സംസാരിക്കാന്ന്. നിന്റെ ഉമ്മാക്ക് എത്ര വയസ്സുണ്ടാവും? കാണാൻ ഗുണം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നീ നിന്റെ മുഖവും നിന്റെ നിന്റെ തെറിവിളിയെല്ലാം കാണുമ്പോ എങ്ങനെയും ഏതെങ്കിലും ചാണം തേച്ച വീട്ടിലായിരിക്കും നീ ജനിച്ചത്. ഈ ചാണം മണക്കുന്ന ടീമായിരിക്കും നിന്റെ ഉമ്മാവും പങ്ങളല്ലോ. നല്ല ഗുണമുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു സംഖ്യ അങ്ങ് പറയും, കൊണ്ടുതരാൻ പറ്റുമോ എനിക്ക്? അല്ലല്ല, ബട്ടർഫ്ലൈ അവിടെ തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നായിന്റെ മോനെ വിളിക്കുന്നുണ്ട്. തെറി വിളിക്കലടാ നിന്നോട് ഞാൻ. എടാ നിങ്ങൾ നന്നാവൂല. മനസ്സിലായില്ലേ? നിന്റെ വീട്ടിൽ ഉമ്മക്ക് നല്ലോണം വയസ്സുണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ഞങ്ങൾക്ക് ഒരു 35-40 ഒക്കെ ഓക്കെ. കാരണം വെച്ചാൽ ഞമ്മ ഒരു നെയ്പീസാണ് നമ്മളെ ഒരു ഓക്കെ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു സംഖ്യ പറയാം. ലയണൊന്നും അടിക്കാൻ പറ്റില്ല, അത്രയൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ലേ? വേണമെങ്കിൽ ഒരു ട്രെയിന് കൂടിപ്പോവോ? ഇല്ലല്ലോ, കുറച്ച് കൂടിപ്പോവും. നിന്റെ ഭാര്യയും കാണാൻ കൊള്ളുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചെങ്കിൽ നീ തെറിയന്റെ ഈ മറ്റേ പാഞ്ഞി ഉണ്ടല്ലോ, പാഞ്ഞിന് എന്താ പറയാ? പാഞ്ഞി, നമ്മ വെള്ളം കോരുന്ന കിണറ്റിലിടുന്ന പാഞ്ഞി. ഇത് ഈ പാറക്ക് തട്ടിയും മുട്ടിയും ഇങ്ങനെ ഉടഞ്ഞതുപോലെ ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ടാവും നിന്റെ വൈഫ്. അതിനും ഒരു ട്രെയിനൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റൂല. കുടുംബത്തിലെങ്കിലും ഒന്ന് തപ്പിത്തി ഒന്ന് കൊണ്ടുപാടേ. ഇഞ്ചി പറിക്കാൻ പോയ വഞ്ചിന്റെ നല്ല പൂറി മനമനെ 15 ഇഞ്ച് നീളം മാത്രമല്ല തന്തയുടെ മൂമ്പിയ പുണ്ണേത്ത് പൂറി മനമനെ. അതിന്റെ മേലെ ആറാടി അരിഞ്ഞാടി പന്നി പൊളിക്കുമ്പോ പുണ്ണച്ച് അവരാതി. ആപാട് പറയാൻ ഞാൻ പൊട്ടനാ. ഞാൻ അതാണ് പറഞ്ഞത്. നീ എന്താണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞു പോലീസ്, ഞാൻ പച്ചക്ക് പറയാ. ഓക്കെ, പച്ചക്ക് തന്നെ പറയാ. നീ വെറും പെണ്ണിനെ പിടിയാ. നീ അതിന് മാത്രം നടക്കുന്നതാണ്. നീ തന്നെയാണ് വന്നിട്ട് എന്നോട് പബ്ലിക്കായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നീ തന്നെയാണ് പറഞ്ഞത്. ഞാൻ 500 രൂപ അവൾക്ക് കൊടുക്കുകയും ചെയ്തു, ഞാൻ കളിക്കുകയും ചെയ്തു 1.5 മണിക്കൂർ. നീ പറഞ്ഞ കാര്യമാണ് പോലീസ്. ഓക്കെ, ഞാൻ പച്ചക്കന്നെ പറയും. ഞാനും ആ ലേഡിയും അവിടെ ഇരിക്കുമ്പോ കളിക്കാതിരിക്കും. 1.5 മണിക്കൂർ കിട്ടിയിട്ട് ഞാൻ കളിക്കും ചെയ്തു. ആരോഗ്യക്ഷമതയൊന്നും പുള്ളിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നല്ല പവറാണ്, ഞാൻ നല്ല ആരോഗ്യമാണ്. സിജാന കാലോണ്ട് വല്ല കുതിരയെ പോലെ ഒറ്റ തട്ട്. അതാ പോലീസ് തെറിച്ചു പോയി. പോലീസ് തെറിച്ചു. ഉണ്ടാക്കാൻ വരണ കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അപ്പം തന്നെ ഉണ്ടാക്കി തരും. എന്തായാലും പോവല്ലേ, ഒരു 500 കൂടി അടിച്ചാണ് 3 കെ ആക്കിട്ട് പോകും. ഉണ്ടാക്കി തരും. എന്തായാലും ഇറങ്ങി പോവല്ലേ. എന്ത് നാണും മാനും ഇല്ലാത്ത കരിമുത്തു, നാണും മാനുണ്ടാ നിക്ക്? കരിമുത്തു തെറിയന്മാരെടുത്തിരുന്ന് താരാട്ട് പാടാന്. എന്തേ വിളിപ്പിക്കല്ലേ എന്ന് പറയുമ്പോ വിളിക്കുന്നോരെ തിരുത്താൻ എന്താ പറ്റിയില്ല? എവിടെ നീ ഇറങ്ങിപ്പോയിനി? നീ ഇന്നലെയും തുടങ്ങിയതാ തെറിയന്മാരെടുത്തിരിക്കാന്? നീ തെറിയന്മാരെ താരാട്ട് പാട്ട് കേൾക്കുന്നത് ഇന്നലെയാ? നിന്റെ കോലം കണ്ട അറിയടോ ചാണ കൊയ്യുന്ന നീ വന്നിന് നാണില്ലാത്തവൻ.
എന്നിട്ടൊരു കഞ്ഞിപ്രാക്കൂട്ടിട്ട് ഇരിക്കൂ. കൊറേ കാലം നീ പെണ്ണുങ്ങൾക്ക് 3-4 പെണ്ണുങ്ങൾ ഇരുന്നല്ല, എന്താ മൈൻഡ് ചെയ്യാത്തതിന്റെ? ഓ ടി പി മുത്തു ഇറക്കി വിട് ഷാക്കിറെ. ആര്യാ സംസാരിക്കുന്നേ? ഇറങ്ങിപ്പോയിക്കൊള്ളുന്ന്. ആര്യാ സംസാരിക്കുന്നേ? ഇറങ്ങിപ്പോയിക്കൊള്ളുന്ന്. ഇവിടെ വന്ന് കമന്റ് ചെയ്ത നിന്റെ MVP ഒറ്റ തന്തക്ക് പറഞ്ഞ മോനാണെങ്കിൽ ഒരു കളി നീ കളിക്ക്. ഒരു ബാപ്പാന്റെ മോനാണെങ്കിൽ ഒരു ബാപ്പാന്റെ മോനാണെങ്കിൽ നിന്റെ MVP അയാളുടെ പേരെന്ത്? ദീപ് സോൾ. അയാള് അയാളുടെ അമ്മ ഒരുത്തന്റെ ഒക്കെ കൂടെ കടന്നിട്ട് ഉണ്ടാക്കിയ മോനാണെങ്കിൽ വരാൻ പറ, കളിക്കാൻ പറ. ബാഡ് കമന്റ് ഇട്ടു ഈടെ വന്നിട്ട് 150 വിട്ടോ എന്ന് പറയാൻ നിക്കണ്ടാവൻ. ഹലോ ആണ് ഓപ്പോസിറ്റ് ഗിഫ്റ്റർ വന്നിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒറ്റ തണ്ടൊക്കെ പറഞ്ഞ മോനെങ്കിൽ ഓൻ ഒറ്റക്കാട് ഇരിക്കാൻ പറ. ഇല്ലെങ്കിൽ നീ നിന്റെ ഗിഫ്റ്റർ ഇറങ്ങിപ്പോ. ഒറ്റ തണ്ടക്ക് പറഞ്ഞ മോനാണെങ്കിൽ വരാൻ പറ. 150 നീയും നിന്റെ ഗിഫ്റ്ററും 150 വിട്ടോ. 150 വിട്ടോ. ആ ചങ്ങയോട് പറ എത്ര ലെവൽ എനിക്ക്. ഓന്റെ ലെവൽ എത്ര? മുപ്പത് ലെവൽ. എന്റെ ഓപ്പോസിറ്റ് ഒരു മിനിറ്റ് നീ എന്നോട് കളിക്കണ്ട. എന്റെ ഓപ്പോസിറ്റ് അടിക്കാൻ പറയും വന്നിട്ട്. ഓൻ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റ തന്തക്ക് പറഞ്ഞ മോനാണെങ്കിൽ പൂച്ച ഗിഫ്റ്റർ അല്ലെങ്കിൽ പൂച്ച ഗിഫ്റ്റർ അല്ല. ഈ ദീപക്ക് വേറെ എവിടെയെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്ന കണ്ടിനാ? വേറെ എവിടെയെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്ന കണ്ടിനാ? പൂച്ച. ഞാൻ ഇതുവരെ പോലീസിനോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പൂച്ച ഗിഫ്റ്ററോട് പറ, അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഉദ്ദേശം നടക്കുമെങ്കിലും നടത്തിക്കൊള്ളാൻ പറ. ഇവിടെ വരണ്ടെന്ന് പറ പൂച്ചനോട്. അതല്ലെങ്കിൽ ഓനോട് മോനെങ്കിലും പറയും ഞാൻ കളിക്കുമ്പോ എന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് അടിക്കാൻ. നീ എന്നോട് കളിക്കണം എന്നില്ല. എന്റെ ഓപ്പോസിറ്റ് അത്ര വലിയ തമ്മുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അത് പറഞ്ഞത് 150 വിട്ടോ എന്നല്ലേ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഒരു ബാഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ அம்மாவுக்கு புண்டா அரிக்குதா, உன் பொண்டாட்டிக்கு புண்டா அரிக்குதா, உன் தங்கச்சிக்கு புண்டா அரிக்குதா, 10 பேரை கொண்டு விடு ஓக்குறதுக்கு. 500 മറക്കേണ്ടത് പോലീസിനോട് പറയാൻ പറയുന്നു. താഴെ ഇരിക്കും കൊറേ 500 അതെന്താണ് 500? അറിയില്ല. അതിന്റെ സ്റ്റോറി ഒന്ന് പറയോ? നിന്റെ അടുത്ത് ഞാൻ 500 ഓഫർ ആയിട്ട് വന്നിട്ടുണ്ട്. ഐഡി ഉണ്ടാക്കിയിട്ട് അതില് അതില് വന്നാ മതി. അതല്ലാതെ വേറൊരു സംഗതി ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ നമുക്കറിയില്ല. ഇപ്പൊ പണിഷ്മെന്റ് എടുക്കാൻ പോകുമ്പോ നമ്മള് QR കോഡ് സ്കാൻ ചെയ്തിട്ട് മൊബൈലിലേക്ക് ക്യാമറ ലൈവ് കിട്ടുന്നല്ലേ? ലൈവ് സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവും, പക്ഷെ ക്യാമറ ഉപയോഗിക്കുന്നത് മൊബൈലിന്റെ ആയിരിക്കും. അപ്പൊ നമുക്ക് മൊബൈൽ എടുത്ത് പോകാൻ പറ്റും.